GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യണ സ്ഥാപനം റെന്റഡോ ലീസോ ആണെങ്കിൽ അതിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് റെന്റോ ലീസ് അഗ്രിമെന്റ് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. പക്ഷെ അതിൽ 500 റുപ്പീസിന്റെ സ്റ്റാമ്പ് പേപ്പർ യൂസ് ചെയ്ത് തന്നെ റെന്റോ ലീസ് അഗ്രിമെന്റ് ചെയ്യണമെന്ന് നിങ്ങൾ അവെയർ ആണോ? ഹായ്, ഞാൻ അക്കിന, GST പ്രാക്ടീഷണർ ആണ്. ഈ April 4, 2024 തൊട്ട് രജിസ്ട്രേഷൻ എടുക്കണം, അതായത് GST പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാര് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനം റെന്റഡ് ഓർ ലീസ്ഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ റെന്റ് ഓർ ലീസ് അഗ്രിമെന്റ് നിങ്ങൾക്ക് GST പോർട്ടലിൽ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആദ്യം തൊട്ടേ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ April 1, 2024 തൊട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണ റെന്റ് ഓർ ലീസ് അഗ്രിമെന്റ് 500 റുപ്പീസിന്റെ സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ ആവണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ അതിന്റെ എല്ലാ പേജിലും സൈൻ ചെയ്തിരിക്കണം. അതായത് അഗ്രിമെന്റ് ആർക്കിടയിലാണോ നടക്കുന്നത്, അതായത് ലാൻഡ് പ്രോപ്പർട്ടി ഓണറും പിന്നെ ലാൻഡ് റെന്റിന് ലീസ് എടുക്കുന്ന ആളും രണ്ടാളുടെയും സിഗ്നേച്ചർ ആ റെന്റ് ഓർ ലീസ് അഗ്രിമെന്റിന്റെ എല്ലാ പേജസിലും സൈൻ ചെയ്തിരിക്കണം. പിന്നെ അതിനൊരു 2 വിറ്റ്നസിന്റെ സിഗ്നേച്ചറും കൂടി ആവശ്യമുണ്ട്. മുമ്പ് ഇത്ര വാല്യൂവിന്റെ സ്റ്റാമ്പ് പേപ്പറിൽ തന്നെ രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ April 1 ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനെ പറ്റിയുള്ള അപ്ഡേറ്റ് GST പോർട്ടലിൽ ഒന്നിനും അവൈലബിൾ ആയിരുന്നില്ല. GST പോർട്ടലിൽ പല പുതിയ അപ്ഡേറ്റ്സ് എന്നാൽ അതിൽ കാണിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിനെപ്പറ്റി അപ്ഡേറ്റ് GST പോർട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി അവെയർ ആയിരുന്നില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് നടന്ന ഒരു ഇൻസിഡന്റിന്റെ മേലെയാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോ റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു ക്ലയന്റ് ഇതുപോലെ ന്യൂ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഇത് പ്രോപ്പർട്ടി റെന്റഡ് ആയിരുന്നു. യൂഷ്വൽ പ്രോസസ് പ്രകാരം ഞാൻ അവരുടെ കയ്യിൽ റെന്റ് ഓർ ലീസ് അഗ്രിമെന്റിന്റെ ഡോക്യുമെന്റ് മേടിച്ചിട്ട് GST പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസത്തിന് മുമ്പ് 2-3 ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഷോക്കോസ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോ ഇതില് വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആ ഷോക്കോസ് നോട്ടീസ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്ലോഡ് കളർ കോപ്പി ഓഫ് ലെജിബിൾ ആൻഡ് വാലിഡ് റെന്റഡ് അഗ്രിമെന്റ് ഇൻ സ്റ്റാമ്പ് പേപ്പർ വർത്ത് ₹500 executed between the lessor and lessee, signed in all pages and signed by 2 witnesses with address. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് ഇതുപോലെ നിർബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലെന്റ് ഓർ ലീസ് അഗ്രിമെന്റ് ഇതിൽ അപ്ലോഡ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് കളർ കോപ്പി തന്നെ അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് 500 റുപ്പീസിന്റെ സ്റ്റാമ്പ് പേപ്പർ തന്നെ മാൻഡേറ്ററി ആയിരിക്കണം. പിന്നെ ആ അഗ്രിമെന്റിന്റെ എല്ലാ പേജിലും റെന്റിന് കൊടുക്കുന്ന ആളുടെയും റെന്റ് ആയിട്ട് എടുക്കുന്ന ആളുടെയും രണ്ടാളുടെയും സിഗ്നേച്ചർ എല്ലാ പേജിലും ഉണ്ടാവണം. പിന്നെ 2 വിറ്റ്നസിന്റെ സൈനും അഡ്രസ്സും അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഷോക്കോസ് നോട്ടീസ് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നതിനെ പറ്റി അവെയർ അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് GSTനെ പറ്റിയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷനോ GST റിലേറ്റഡ് എന്തെങ്കിലും വർക്കോ ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ ക്വയറീസ് എന്താണ് അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.